അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുണ്യ സച്ചിൻ കൂടെ എന്നെ മലപ്പുറത്തേക്ക് ഒന്ന് കൊണ്ടുവിടാൻ പോവുകയാണ്. സംഭവം ഞാൻ നാട്ടിൽ വന്നിട്ട് വയ്യാണ്ട് വന്നതായിരുന്നു. അപ്പോൾ അവരെന്നെ കൊണ്ടുവിടാൻ, കാരണം ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തലയ്ക്ക് വീഴും എന്ന കുറച്ച് കാരണം പുണ്യയുടെ എൻ്റെ വണ്ടിയിൽ. ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ ഉണ്ടെങ്കിലും കാണാം. അങ്ങനെ നമ്മൾ മടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് എൻ്റെ മടപ്പള്ളി എന്ന് പറയുന്നത് എൻ്റെ നാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മടപ്പള്ളി. അങ്ങനെ സച്ച് വന്നിരിക്കുകയാണ് ഗായ്സ്. അവൻ അവൻ്റെ ഏതോ ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരും, ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ഇത് മടപ്പള്ളി കോളേജിലെ പിള്ളേരാണ് കേട്ടോ. എന്താ പറയാനുള്ള നമ്മളെവിടെ പോകുന്ന ഗായ്സ്? അങ്ങനെ ഞങ്ങൾ മലപ്പുറം തീർത്ഥേച്ചിനെ കൊണ്ടാക്കാൻ പോവാണ്. നല്ല ഉറക്കുണ്ട്. നല്ല പാട്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ പിന്നെ ഈ ഫോക്കസ് പണി ഞാൻ എപ്പോൾ കാണിക്കും. നോക്കി നടക്കണം. പോയി ഞങ്ങളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞ പോലത്തെ വീഡിയോസിൽ അതേ കൂൾ ബാർ തന്നെ പോവാണ് ചായ കുടിക്കാൻ. ഞാനുണ്ട്, തീർച്ചയുണ്ട്. ആ കാണുന്ന റെസ്റ്റോറൻ്റാണ് എൻ്റെ റെസ്റ്റോറൻറ്റ്. കോഴിക്കോട് എപ്പോൾ നല്ല നമുക്ക് ഇവിടുന്ന് ഒരു ചായ കൂടി നിർവ്വഹ. പിന്നെ അഗൈൻ എന്നാ ആര് ഇപ്പം അടുത്തല്ലേ വന്നേനു, അതിനെ ഇപ്പം കൂട്ടിക്കൊണ്ടുവരും. ചിരി വരുന്നുണ്ടോ? എനിക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങളെ പറ്റി? നല്ല അടിപൊളി കപ്പിൾസാണ്. എന്നെ കണ്ടത് എല്ലാം പറഞ്ഞ പോലെ കോഫി കോഫി. കോഫി ഞാനിത് അപ്ലോഡ് ചെയ്യും പറഞ്ഞോ. സാൻഡ്വിച്ച് ഉണ്ട്, ബ്രെഡ് പോക്കറ്റ് ഉണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്. വീഡിയോസിൽ വന്നു തുടങ്ങിയതോടെ മാറി അവര് കിടക്കുന്ന തുടങ്ങി. വലിയൊരു യൂട്യൂബറാണ്. മൂന്ന് ഷെയറായിട്ട് കഴിക്കുന്നതാണ്. എല്ലാവരും ഓരോരുത്തരും ഓരോന്നല്ല. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നു. റെഡി റെഡി എല്ലാം പോയി. നമ്മള് കോഫി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. സച്ചു കുറെ ആറ്റിറ്റ്യൂഡിലിട്ട് കളിക്കുന്നുണ്ട്.
കണ്ട എന്റെ ചെക്കന്റെ കൂടെ ഓള് നടക്കുന്ന എന്നെ ഒറ്റപ്പെടുത്തിട്ട് തെണ്ടി. ഓന് പിന്നെ അവസരം മുതലാക്കുന്നതാണ് ഗായ്സ്. ഇവനെ മുതലെടുക്കലിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. പിന്നെ സ്നേഹപ്രകടനം ഒന്നും നോക്കണ്ട. ഏത് രണ്ടും കൂടി പോവാണ്. ഡ്യൂട്ടിക്ക് പോവാത്ത എത്ര കാണിച്ചരാ അവിടെ ഇരിക്കുന്ന ഗൈസ്. അങ്ങനെ ഞങ്ങൾ മലപ്പുറത്തിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർ അഭിപ്രായം ചോദിക്കാം. തീർത്ഥവിന് ഓൾറെഡി വന്നതുകൊണ്ട് സച്ചിനോട് ചോദിക്കാം. സച്ചു എങ്ങനെയുണ്ട്? ഓ അടിപൊളിയാ. എന്റെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. ഫുൾ ടൈം ഉറക്കുന്നു ബസ്സിൽ. ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാത്തത്. തീർച്ചയായും സച്ചു ഉറങ്ങിന്. അതേ അവനെ കാണിച്ചില്ല. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. എവിടെയൊക്കെ ഏതെല്ലാം വണ്ടിയാണ് കയറിയത് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. ഇനിയിപ്പം തിരിച്ചു പോകുമ്പോൾ അധികം സത്യം തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അധികം ട്രെയിനിലായിരിക്കും പോവുക. അല്ലേ സത്യം? നമ്മളിപ്പോ തുർക്കിഷിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കാണ്. എന്തെല്ലാം ഓർഡർ ചെയ്യുന്നേ? അത് എനിക്കല്ലല്ലോ വെരി വെരി സച്ചിനല്ലേ? അയ്യോ നാളെ തീരാനിരിക്കുന്ന. ഏയ് ഒന്നുമില്ല സച്ചു നോക്ക്. ആണ്ട് ഞാൻ ഒരുത്തന്റെ കഴിവ് കാണിച്ചരാ. ഇത് ഇങ്ങനെയാണ് ഒരു കഴിവേറിയാണ്. ഇത് കണ്ടിരിക്കുന്ന തോന്നുന്നത് എനിക്ക് തോന്നുന്നത് താറാവിൻ്റെ കൊണ്ടാണ്. പിന്നെ പശുവിന്റെ ഡിനോസറാണ് അത്ര. ഡിനോസറാണ് പോലും. പക്ഷെ ഡിനോസറിന് പിന്നെന്തോ മുഖത്തുനിന്ന് താഴോട്ടേക്ക് ഒരു കൂർപ്പ് ഒരു പാണ്ട് വന്ന ഡിനോസറാണെന്ന് തോന്നുന്നു. ചുവന്ന പാണ്ട്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കഴിവ് കാണിച്ചു തരാം. ഫുഡ് എത്തിയിട്ടുണ്ട്. ഉണ്ണീത ഓൾക്ക് വേണ്ടിയുള്ള മയോനൈസ് സെർവ് ചെയ്യുന്നു. സച്ചുവിൻ്റെ കണ്ണ് മന്തിയിൽ തന്നെയാണ്. വീഡിയോയുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുകയാണ് ഗൈസ്. ഇതിൻ്റെ വെളിച്ചം കുറവാണ്. ഞങ്ങൾ ലൈറ്റ് ഇടാൻ പറ്റാൻ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. യെസ് ഓക്കെ. ഇവിടെ ചിത്രപ്പണി ഒപ്പിക്കുകയാണ്. എന്താ പുണ്യത്? ഇതാണ് പ്രണയം. ആരുടെ പ്രണയം? ആരുടെ പ്രണയം? ഓ അന്ന് തലതിരിച്ചു പിടിക്കും. പേറ്റ് മാറിയിട്ടുള്ള ലവ് കുടിക്കട്ടെ. ആ കണ്ടില്ലേ ക്രിയേറ്റിവിറ്റി. അങ്ങനെ പുണ്യ സച്ചിന്റെ പ്രണയം നമുക്ക് മന്തിയിൽ അടിച്ചിട്ട് കണ്ട കണ്ട. ഇതാണ് ഇവരുടെ കറക്റ്റ് സ്വഭാവം ഗൈസ്. ഭക്ഷണത്തിന് അടിയാണ് ഇവർ രണ്ടാളും. സത്യമണിയിലെ ഏറ്റവും വലിയ വീഡിയോ തുറന്നത് ഏറ്റവും വലിയ പീസ് എടുത്തത് ഇവനാ. പക്ഷെ ഇവനെ എടുക്കും അല്ലേ? പറയുന്ന പോലെ ആക്കണേ. കണ്ണേട്ടന്റെ വധു കൂടെ വന്നാല് ഇത് ഇതിനൊരു സ്വാദുള്ളൂ. തെങ്കാശി പട്ടണത്തിന്റെ. അപ്പൊ ഞങ്ങൾ തീർത്ഥയുടെ ലാബിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആ ഇത് എവിടെയാന്ന് നിനക്കൊന്നും അറിയില്ല. ഇതെല്ലാം തീർത്ഥം എന്തല്ലോ പറയുന്നുണ്ട്. സ്റ്റെപ്പ് കയറ്റുകയാണ്. ഞങ്ങളെ ഫുഡെല്ലാം കഴിച്ചിട്ട് എന്റെ പൊന്നോ കേരാൻ തന്നെ പറ്റുന്നില്ല. സച്ചുനെ കാണിച്ചേ. സച്ചു ചത്ത് ഇനി വരൂലല്ലോ സച്ചു ഇവിടെ. സത്യം പറഞ്ഞ കഴിയില്ല ഗൈസ്. നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഞാനും സച്ചു പോവാ. സച്ചു തളർത്ത്. ആ എക്സ്പ്രഷൻ കണ്ട നിങ്ങൾ മനസ്സിലാക്കാം. സന്തോഷം, ഭയങ്കര സന്തോഷം. ഒന്നും പറയണ്ട. മലപ്പുറം സ്റ്റോപ്പിലാണ് ഞങ്ങളുള്ളത്. ഈ സ്ഥലത്ത് വരുന്നത് കോട്ടപ്പടിയാണ്. കോട്ടപ്പടി ബസ് സ്റ്റോപ്പിലാണ് ഞങ്ങളുള്ളത്. ഏത് നിമിഷവും ലിമിറ്റഡ് വരാം. ബൈ. അവസാനം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കുളിച്ചു.
ഇനി പരിപാടിക്ക് ഞാനില്ല. ഞാനും ഇല്ല ഇനി ഇതിന്. ഇനി ഞങ്ങൾ കീർത്തന ഒരിക്കലും കൊണ്ടാക്കി കൊടുക്കില്ല മലപ്പുറത്ത്. കാരണം അത്രയും ഞങ്ങൾക്ക് മടുത്തു പോയി. രാവിലെ 9 മണിക്ക് വരുന്ന പോയത്, രാത്രി 6-7 മണിയായി. ഞങ്ങളുടെ ഒരു ദിവസം തന്നെ അങ്ങനെ പോയി. എനിക്ക് പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നോണ്ട് ദിവസം പോയി പറയാ വെറുതെ തിന്നുക കിടക്കുക. പക്ഷെ നമ്മളതല്ലല്ലോ, പണിക്ക് വന്ന മനുഷ്യന്മാരല്ലേ. ഞാനും പണിക്ക് പോകും, കാണിച്ചു തരാം. ഞാനും പോയതല്ലേ. രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ രാത്രി 7:51 ഞാൻ വീട്ടിലെത്തിയത്. ഇത് അമ്മ കുളിച്ചൊരുങ്ങി നിൽക്കുന്നത്. അപ്പം സച്ചു ഇപ്പം വീട്ടിലെത്തിക്കണ്ടാവും. കുറച്ച് എനിക്ക് ചാവി കിട്ടാൻ ലേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് 7:51 എത്തിയത്. അല്ലെങ്കിൽ ഒരു 7:30 അങ്ങനെ 7:35 അങ്ങനെ ആകുമ്പോൾ എത്തും. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.